ഓം ശ്രീ ഗുരുഭ്യോ നമ. ജ്യോതികുമാർ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്ന 2025 മെയ് മാസഫലം മീനക്കൂറുകാർക്ക് മീനലഗ്നക്കാർക്ക് എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയാണ്. അതായത് പൂരിട്ടാതി നക്ഷത്രത്തിൻ്റെ അവസാന പാദത്തിൽപ്പെടുന്നവർ, ഉത്രട്ടാതി രേവതി നക്ഷത്രക്കാർക്ക് മെയ് മാസം എങ്ങനെയാകും. അപ്പം നമുക്ക് ഈ മെയ് മാസത്തെ ഫലം പറയുന്നതിന് മുമ്പ് മീനക്കൂറുകാർക്കും മീനലഗ്നക്കാർക്കും മെയ് മാസത്തിലെ ഗ്രഹസ്ഥിതി എങ്ങനെയെന്ന് നോക്കാം. ഇപ്പോൾ ജന്മ ലഗ്ന രാശ്യാധിപൻ ഗുരുവാണ്. ആ ഗുരു മെയ് 14 3-ൽ നിന്നും 4-ലേക്ക് രാശി മാറുന്നു. സൂര്യനാണെങ്കിൽ മെയ് 15 2-ൽ നിന്നും 3-ലേക്ക് മാറുന്നു. ചൊവ്വയാണെങ്കിൽ 5-ൽ നീച സ്ഥിതി തുടരുന്നു. ബുധനാണെങ്കിൽ മെയ് 7 ജന്മരാശിയിൽ നിന്നും 2-ലേക്കും മെയ് 23 2-ൽ നിന്ന് ആ ബുധൻ 3-ലേക്കും രാശി മാറും. ശുക്രൻ ജന്മരാശിയിൽ ഉച്ചസ്ഥിതനായിട്ട് നിൽക്കുന്ന സമയമാണ്. 31 ആ ശുക്രൻ ജന്മരാശിയിൽ നിന്നും 2-ലേക്ക് മാറുന്നു. ശനി ജന്മരാശിയിൽ ഉള്ള സമയമാണ് ജന്മശനി സമയം. അതുപോലെ രാഹു മെയ് 18 ജന്മരാശിയിലാണ് നിൽക്കുന്ന രാഹു. മെയ് 18 ആ ജന്മരാശി നിൽക്കുന്ന രാഹു 12-ലേക്ക് രാശി മാറുന്നു. കേതു ആണെങ്കിൽ 7-ലാണ് നിൽക്കുന്നത്. മെയ് 18 ആ കേതു 7-ൽ നിന്നും 6-ലേക്ക് രാശി മാറുന്നു. ഇതാണ് മെയ് മാസത്തിൽ ഈ മീനക്കൂറുകാരുടെ മീനലഗ്നക്കാരുടെയും ഗ്രഹസ്ഥിതി. അപ്പം ഈ ഗ്രഹസ്ഥിതി അനുസരിച്ച് എങ്ങനെയായിരിക്കും മീനക്കൂറുകാരുടെയും മീനലഗ്നക്കാരുടെയും ആരോഗ്യസ്ഥിതി നോക്കാം. പൊതുവായ ഒരു സ്ഥിതി. അപ്പം ആരോഗ്യസ്ഥിതി നോക്കുമ്പോൾ ജന്മരാശിയിൽ ശുക്രൻ നിൽക്കുന്ന സമയമാണ്. ഉച്ചസ്ഥിതനാണ് ശുക്രൻ. ജന്മരാശ്യാധിപൻ ഗുരു 3, 4 രാശികളിൽ സഞ്ചരിക്കുന്ന സമയമാണ്. അപ്പോൾ പൊതുവെ നമുക്ക് ജന്മരാശിയിൽ ആ ശുക്രൻ്റെയൊക്കെ സ്ഥിതിയും ജന്മരാശ്യാധിപൻ 3, 4-ലൊക്കെ സഞ്ചരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ആരോഗ്യസ്ഥിതി നല്ല ആരോഗ്യസ്ഥിതി എന്ന് തന്നെ പറയാം. എങ്കിലും ഇടയ്ക്ക് മറ്റ് ഗ്രഹങ്ങളെയൊക്കെ രാശിമാറ്റം വരുമ്പോൾ ചെറിയ പ്രയാസങ്ങൾ ഉണ്ടാകും. അപ്പോൾ ആദ്യ പകുതി ഗുരുശുക്ര പരിവർത്തന യോഗമൊക്കെ വരുന്നത് ആരോഗ്യസ്ഥിതിക്ക് അനുകൂലമായിട്ടുള്ള ഗ്രഹസ്ഥിതി എന്ന് പറയാം. അതേസമയം ഈ 12-ാം ഭാവാധിപനായിട്ടുള്ള ശനിയാണ് ജന്മരാശിയിൽ നിൽക്കുന്നത്. അപ്പോൾ 12-ാം ഭാവാധിപൻ ജന്മരാശിയിൽ വരുമ്പോൾ, അതായത് ജന്മശനി, ആ 12-ാം ഭാവാധിപനായിട്ടുള്ള ശനി ജന്മസ്ഥിതി രാശിയിൽ വരുമ്പോൾ ചിലർക്ക് ബോഡിയിൽ എന്തെങ്കിലും ഒരു പെയിൻ, അതുപോലെ വിഷൻ സംബന്ധമായിട്ട് എന്തെങ്കിലും പ്രയാസങ്ങൾ, മാനസികമായിട്ട് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ടെൻഷനൊക്കെ ആ ശനിയുടെ ജന്മരാശിയിലെ സ്ഥിതി കൊണ്ട് ഉണ്ടാകാം. അവസാനത്തെ പകുതിയാകുമ്പോൾ ജന്മരാശി നിൽക്കുന്ന രാഹു 12-ലേക്ക് മാറുന്നു. കേതു 6-ലേക്ക് വരുന്നു. അപ്പോൾ 8-ലും 12-ലും ഒക്കെ ആ കുജൻ്റെ ദൃഷ്ടിയുള്ള സമയമാണ്. അപ്പം നമ്മൾ ഈ യാത്രകളിലൊക്കെ ഒരു കെയർ വേണം. ഇപ്പോൾ ചിലർക്ക് ഈ സ്റ്റൊമക്ക് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ട്രബിൾസ് ഈ സമയത്ത് ഉണ്ടായെന്ന് വരാം. ENT സംബന്ധമായിട്ട് എന്തെങ്കിലും പ്രോബ്ലം, അതുപോലെ ഈ തൈറോയിഡ് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഇഷ്യൂസ് ഉള്ളവർ, അവരെല്ലാം ഒരു ചെറിയ ശ്രദ്ധ കൊടുക്കുന്നത് നല്ലതാണ്. ഇനി നമുക്ക് തൊഴിൽ സ്ഥിതി നോക്കുമ്പോൾ കർമ്മഭാവാധിപൻ എന്ന് പറയുന്നത് ഗുരു തന്നെയാണ്. ജന്മരാശ്യാധിപൻ തന്നെയാണ് കർമ്മഭാവാധിപൻ. ആ ഗുരു ആദ്യ പകുതി 3-ലാണ്. അതിനുശേഷം ഗുരു 4-ലേക്ക് മാറുന്നു. കർമ്മസ്ഥാനത്തേക്ക് ആ ഗുരുവിൻ്റെ ദൃഷ്ടിയും വരുന്നു. അപ്പോൾ പൊതുവെ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ യാത്രകളുണ്ടാകാം. തൊഴിലൊക്കെ കൂടുതൽ ആക്റ്റീവ് ആകും. ഇപ്പോൾ ക്രിയേറ്റീവ് തലത്തിലും മാർക്കറ്റിംഗ് തലത്തിലുമൊക്കെ പ്രവർത്തിക്കുന്നവർ, വർക്ക് ചെയ്യുന്നവർ, എഴുത്ത്, പ്രസിദ്ധീകരണം ഇവയിലൊക്കെ വർക്ക് ചെയ്യുന്നവർ, അവർക്കൊക്കെ വളരെ ഗുണാനുഭവം ഉണ്ടാകും. അപ്പോൾ തൊഴിലിൽ പൊതുവെ അവസാനത്തെ പകുതി സുഖാനുഭവം ഉണ്ടാകും എന്ന് തന്നെ പറയാം. കാരണം കർമ്മഭാവാധിപനായിട്ടുള്ള ഗുരു 3-ൽ നിന്നും 4-ലേക്ക് രാശി മാറുകയും 4 നിൽക്കുന്ന ആ ഗുരു 10-ലേക്ക് തന്നെ ദൃഷ്ടി ചെയ്യുന്നു. 10-ാം ഭാവാധിപൻ 10-ലേക്ക് ദൃഷ്ടി ചെയ്യുന്നതാണ്. അത് പൊതുവെ തൊഴിലിൽ ഉയർച്ച ഉണ്ടാക്കും. തൊഴിൽ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്നതിന് സഹായകമാകും. തൊഴിലിലെ അസ്ഥിരതയൊക്കെ മാറും. ഒരു തൊഴിൽ സ്ഥിരതയൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം.
ആ 10-ാം ഭാവാധിപൻ 10ലേക്ക് ദൃഷ്ടി ചെയ്യുമ്പോൾ. അതുപോലെ ഈ പ്രൊമോഷനൊക്കെ കാത്തിരിക്കുന്നവർക്ക് അതിനുള്ള ആ പ്രയാസങ്ങളൊക്കെ മാറിക്കിട്ടും. അതുപോലെ തൊഴിൽ സ്ഥലത്ത്, തൊഴിലിടത്ത് ഈ സുഖസൗകര്യങ്ങൾ, കൺവെയൻസ് ഫെസിലിറ്റീസൊക്കെ കിട്ടുന്നതിനും സാധ്യത കാണുന്നുണ്ട്. അതുപോലെ ഉയർന്ന തൊഴിലൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് പൊതുവെ അവരുടെ ആഗ്രഹം സഫലമാകും. അതുപോലെ തന്നെ സർക്കാർ തലത്തിലൊക്കെ ഇപ്പം എന്തെങ്കിലുമൊക്കെ ഉപദേശങ്ങളൊക്കെ കൊടുക്കുന്ന ജോലി ചെയ്യുന്നവർ, അവർക്ക് ആ മേഖലയിലൊക്കെ എന്തെങ്കിലും ആദരവ്, അംഗീകാരമൊക്കെ ഈ സമയത്ത് കിട്ടിയെന്ന് വരാം. പ്രത്യേകിച്ച് അധ്യാപനം, ആത്മീയ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർ, ഉപദേഷ്ടാക്കൾ, അവർക്കൊക്കെ തന്നെ അവരുടെ മേഖലയിൽ തിളങ്ങാൻ കഴിയുന്ന സമയമായിട്ട് കാണുന്നുണ്ട്. തൊഴിൽ അന്വേഷകർക്ക് അവസാനത്തെ പകുതി ഗുണാനുഭവം ഉണ്ടാകും. ഇപ്പോൾ രവിയൊക്കെ 3ലേക്കൊക്കെ രാശി മാറുമ്പോൾ പൊതുവെ അവർക്കൊരു കോമ്പറ്റീറ്റീവ് സ്പിരിറ്റ്, ഒരു വീര്യം, ധൈര്യമൊക്കെ ഉണ്ടാകും. ഇപ്പോൾ തൊഴിലിൽ പ്രത്യേകിച്ച് ടെസ്റ്റിലും ഇൻ്റർവ്യൂകളിലൊക്കെ നല്ല ഒരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ കഴിയും. അപ്പോൾ ഈ 10-ാം ഭാവാധിപനായിട്ടുള്ള ആ ഗുരു 12ലേക്കും ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ 12ലേക്ക് കർമ്മഭാവാധിപൻ ദൃഷ്ടി ചെയ്യുമ്പോൾ വിദേശത്ത് തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് അത് തൊഴിൽ സാധ്യത കൂട്ടുന്നു, തൊഴിലവസരങ്ങളുണ്ടാകും. അവർക്ക് വിസ സംബന്ധമായിട്ട് എന്തെങ്കിലും പ്രയാസങ്ങളോ പ്രശ്നങ്ങളോ നിലവിലുണ്ടെങ്കിൽ അവയൊക്കെ പരിഹരിക്കും. പൊതുവെ വിദേശ തൊഴിലിനും സാധ്യത കൂടുന്നു. ഇനി ബിസിനസ്സുകാർക്ക്, ഇപ്പോൾ ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം ആദ്യ പകുതി 7ൽ കേതുവാണ്. 7-ാം ഭാവാധിപനായിട്ടുള്ള ബുധൻ ജന്മരാശിയിലുണ്ട് ആദ്യ വാരം. അതുപോലെ ഗുരു, ജന്മരാശ്യാധിപനായിട്ടുള്ള ഗുരു 3ൽ നിന്ന് 7ലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട് ആദ്യ പകുതി. അതുപോലെ ശുക്രനും ശനിയും ബുധനും ഒക്കെ തന്നെ 7ൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. ഇപ്പം കേതുവിൻ്റെ 7ലെ സ്ഥിതി ബിസിനസ്സിൽ അല്പശ്രദ്ധക്കുറവ് ഉണ്ടാക്കാമെങ്കിലും മറ്റ് ഗ്രഹങ്ങളുടെയൊക്കെ ആ 7ലെ ദൃഷ്ടി അത് ബിസിനസ്സിൽ ഗുണാനുഭവം ഉണ്ടാക്കും. ആദ്യവാരം കഴിയുമ്പോൾ ബിസിനസ് കാരകനും 7-ാം ഭാവാധിപനുമായിട്ടുള്ള ബുധൻ ധനസ്ഥാനത്തേക്ക് മാറുന്നുണ്ട്. അത് ബിസിനസ്സിൽ നേട്ടങ്ങളുണ്ടാകും, സമ്പാദ്യത്തിനൊക്കെ വഴിയുണ്ടാക്കും. മെയ് 18 ആവുമ്പോൾ 7ലെ കേതു ആ 7ൽ നിന്ന് 6ലേക്ക് മാറുന്നുണ്ട്. അപ്പം അവസാനത്തെ പകുതി കൂടുതൽ ഗുണാനുഭവം ബിസിനസ്സിലുണ്ടാകും എന്ന് തന്നെ പറയാം. ഇപ്പോൾ നമുക്ക് വിദേശ വിപണനമൊക്കെ നടത്തുന്നവർക്ക് ഗുണാനുഭവം ഉണ്ടാകുന്ന സമയമായിട്ട് കാണുന്നുണ്ട്. പ്രത്യേകിച്ച് ആ 12ലൊക്കെ ഗുരുവിൻ്റെ ദൃഷ്ടി വരുന്നുണ്ട്. ഇനി വിദ്യാർത്ഥികൾക്ക്, ഇപ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം 3ലെ സൂര്യൻ, അതുപോലെ 4ലെ ഗുരു, 2ലെ ബുധൻ, ഇവയെല്ലാം പഠനത്തിൽ ശ്രദ്ധ കൂടുന്നതിനും പഠന പുരോഗതിക്കുമൊക്കെ സഹായകമായിട്ടുള്ള ഗ്രഹസ്ഥിതിയാണ്. ആദ്യ പകുതിയേക്കാൾ മെച്ചമായിരിക്കും അവസാനത്തെ പകുതി. ഇപ്പോൾ 4ലെ ഗുരു എന്തെങ്കിലും പ്രയാസങ്ങളോ തടസ്സങ്ങളോ ഉണ്ടെങ്കിൽ ആ തടസ്സങ്ങളെയൊക്കെ മാറ്റും. അപ്പോൾ അതുപോലെ തന്നെ 6-ാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ 3ൽ വരുന്നത് പ്രത്യേകിച്ച് നമുക്കൊരു മത്സരവീര്യം, കോമ്പറ്റിറ്റീവ് സ്പിരിറ്റൊക്കെ കൂട്ടും. അപ്പോൾ അതൊക്കെ വിദ്യാർത്ഥികൾക്ക് മത്സരവീര്യം കൂടുക എന്ന് പറയുമ്പോൾ അവർക്ക് ആ പരീക്ഷകളിലൊക്കെ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാനുള്ള ഒരു മനസ്ഥിതിയൊക്കെ ഉണ്ടാകും. അപ്പോൾ അതുപോലെ തന്നെ ഉന്നത പഠനം ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള ഗ്രഹസ്ഥിതിയാണ്. അതിനാലുള്ള അവസരങ്ങളൊക്കെ ഉണ്ടാകും. വിദേശത്ത് ഉന്നത പഠനമൊക്കെ നടത്താൻ ആഗ്രഹിക്കുന്നവർക്ക്, ഗവേഷണം നടത്താൻ ആഗ്രഹിക്കുന്നവർക്ക് പൊതുവെ അനുകൂലമായിട്ടുള്ള ഗ്രഹസ്ഥിതിയാണ്. ഇനി നമുക്ക് ധനസ്ഥിതി ചിന്തിക്കുമ്പോൾ 2-ാം ഭാവാധിപൻ ചൊവ്വ, ആ ചൊവ്വ 5ലാണ്. 11ൽ ആ ചൊവ്വയുടെ ദൃഷ്ടിയുണ്ട്. 2-ാം ഭാവാധിപൻ 11 ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പം സാമ്പത്തിക സ്ഥിതി, അവിടെ ഗുരുവിൻ്റെ ദൃഷ്ടിയൊക്കെ ആദ്യ പകുതിയുണ്ട്. അപ്പോൾ പൊതുവെ സാമ്പത്തിക സ്ഥിതി ഇമ്പ്രൂവ് ചെയ്യുന്നതിനുള്ള ഒരു ശ്രമമൊക്കെ ഉണ്ടാകും. പക്ഷേ സാമ്പത്തിക സ്ഥിതി ഇമ്പ്രൂവ് ചെയ്യും എങ്കിലും നമ്മൾ പ്രതീക്ഷിക്കുന്ന വിധം ഒരു സാമ്പത്തിക സ്ഥിതി ഉയരണമെന്നില്ല എന്നുകൂടെ നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ 6-ാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ ആദ്യ പകുതി 2ൽ ഉച്ചസ്ഥിതനാണ്. അത് ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും വ്യവഹാരങ്ങൾ വഴി, കേസുകൾ വഴിയോ അല്ലെങ്കിൽ ബന്ധുക്കൾ വഴിയോ അല്ലെങ്കിൽ ലോൺ വഴിയോ നമുക്ക് ധനാഗമം
ധനപരവോ ഉണ്ടാകാൻ സാധ്യത കാണുന്നുണ്ട്. അതേസമയം 6-ാം ഭാവാധിപൻ 2-ലൊക്കെ വരുമ്പോൾ ശത്രുക്കൾ മുഖേന ധനനഷ്ടം ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. മണി ട്രാൻസാക്ഷനിലൊക്കെ ഒരു കെയർ വേണം. 2-ാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വ, അതുപോലെ ധനകാരകനായിട്ടുള്ള ഗുരു, ഈ 2 ഗ്രഹങ്ങളും 12-ൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ചിലപ്പോൾ ധനച്ചെലവ് കൂട്ടാൻ വഴിതെളിക്കും. മാത്രമല്ല 12-ാം ഭാവാധിപനായിട്ടുള്ള ശനി ജന്മരാശിയിലും കൂടെ ഒക്കെ ഉള്ള സമയമാണ്. അപ്പോൾ നമുക്ക് ധന ചെലവിൽ കെയർ വേണം, മണി ട്രാൻസാക്ഷനിലും കെയർ വേണം. ഇനി വിവാഹം, ദാമ്പത്യ ബന്ധം, കുടുംബജീവിതം എങ്ങനെയെന്ന് നോക്കാം. 7-ാം ഭാവാധിപനായിട്ടുള്ള ബുധൻ ആദ്യവാരം ജന്മരാശിയിലുണ്ട്. ജന്മരാശ്യാധിപനായിട്ടുള്ള ഗുരു ആദ്യ പകുതി 7-ൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. 7-ാം ഭാവാധിപനും 7-ൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് 7-ൽ കേതുവൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും ആദ്യ പകുതി വിവാഹ ആലോചനകൾക്ക് വരാൻ സാധ്യതയുണ്ട്. എങ്കിലും 7-ലെ കേതു ഒരു താല്പര്യക്കുറവുണ്ടാക്കും. ഇപ്പം ആലോചന വന്നാൽ ഇപ്പം വേണ്ട എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ചിലപ്പോൾ ഈ കുറുകാരുടെ ഭാഗത്തുണ്ടാകാം. അതുപോലെ 7-ൽ ശനിയുടെയും ശുക്രൻ്റെയൊക്കെ ദൃഷ്ടിയുണ്ട്. ശുക്രൻ്റെ ദൃഷ്ടി 7-ൽ നീചദൃഷ്ടിയാണ്. അപ്പോൾ നമ്മൾ ശനിയുടെ ദൃഷ്ടി 7-ൽ വരുന്നു. അപ്പോൾ നമ്മൾ അഥവാ ഒരു ആലോചന വന്നാലും ജീവിത പങ്കാളിയൊക്കെ സെലക്ട് ചെയ്യുന്നതിലൊക്കെ ഒരു ശ്രദ്ധ കൊടുക്കണം. ഇനി കമിതാക്കളെ സംബന്ധിച്ചിടത്തോളം പ്രണയബന്ധം സ്മൂത്ത് ആകണമെന്നില്ല. കമിതാക്കൾക്ക് തർക്കങ്ങളോ എന്തെങ്കിലും നിരാശ അനുഭവങ്ങളോ ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് 5-ൽ ആ ചൊവ്വ നിൽക്കുന്ന സമയമാണ്. ദാമ്പത്യ ബന്ധത്തിലോട്ട് വരുമ്പോൾ ആദ്യ പകുതി രാഹു കേതുക്കളുടെ ആക്സിസിലാണ് 7-ാം ഭാവരാശി വരുന്നത്. അപ്പോൾ ആദ്യ പകുതി എന്ന് പറയുന്നത് ബന്ധം, മാരിറ്റൽ റിലേഷൻഷിപ്പ് സുഖകരമാകണമെന്നില്ല, സന്തോഷകരമാകണമെന്നില്ല. അതുപോലെ തന്നെ ജീവിത പങ്കാളിക്ക് എന്തെങ്കിലുമൊക്കെ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഒരു ശ്രദ്ധ കൊടുത്തു പോകണം. ദാമ്പത്യ ബന്ധത്തിൽ ശ്രദ്ധ ആവശ്യമാണ്. അവസാനത്തെ പകുതി 7 നിൽക്കുന്ന കേതു 6-ലേക്ക് മാറുന്നു. അത് നമുക്ക് ഈ ദാമ്പത്യ ബന്ധത്തിലെ പ്രശ്നങ്ങൾ അതൊക്കെ മാറുന്നതിന് സഹായകമാണ്. അതേസമയം നമ്മളെ മോറൽ ക്യാരക്ടർ നഷ്ടപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ഈ കേതുവൊക്കെ 6-ലേക്ക് വരുമ്പോൾ. കുടുംബജീവിതം ചിന്തിക്കുമ്പോൾ കുടുംബത്തിൽ പൊതുവെ സുഖാനുഭവം ഉണ്ടാകും. ജന്മരാശ്യാധിപനായിട്ടുള്ള ഗുരു 14-ന് സുഖസ്ഥാനത്തേക്ക് രാശി മാറുന്നു. ഇപ്പം നമുക്ക് കുടുംബത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ പ്രയാസങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അവയൊക്കെ മാറുന്നതിന് ആ 4-ലേക്കുള്ള ഗുരുവിൻ്റെ രാശിമാറ്റം സഹായകമാകും. അപ്പോൾ കുടുംബത്തിൽ സന്തോഷം, സമാധാനമൊക്കെ ഉണ്ടാകാൻ അത് വഴിതെളിക്കും. അതുപോലെ നമ്മൾ വീടോ വാഹനമോ ഒക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക്, അല്ലെങ്കിൽ വീട് പുതുക്കാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക്, സുഖസൗകര്യങ്ങൾ മെച്ചപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർക്ക്, പ്രത്യേകിച്ച് ആ ജന്മരാശിയിലെ ആ ശുക്രൻ്റെ സ്ഥിതിയും 4-ലെ ആ ഗുരുവിൻ്റെ സ്ഥിതിയൊക്കെ വരുന്നത് അത്തരം കാര്യങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യമാണ്. അതുപോലെ നമുക്ക് മാതാവുമായിട്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അവയൊക്കെ മാറിക്കിട്ടും. ഇപ്പോൾ തൊഴിൽ തലത്തിലും ഫാമിലി തലത്തിലുമൊക്കെ സന്തോഷ അനുഭവങ്ങൾ ഉണ്ടാകാവുന്ന മാസമായിട്ട് ഈ മെയ് മാസത്തെ കാണുക. മെയ് 6, 7, 11, 12, 20, 21, 22 ഈ തീയതികൾ, ഈ ദിവസങ്ങൾ മീനക്കുറുകാർക്കും മീനലഗ്നക്കാർക്കും അനുകൂല ദിവസങ്ങളല്ല. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമ്മൾ ശുഭകർമ്മങ്ങൾ ഒഴിവാക്കാൻ ശ്രദ്ധിക്കണം. അതുപോലെ പുതിയ സംരംഭങ്ങൾ ഈ ദിവസങ്ങളിൽ തുടങ്ങാതിരിക്കാൻ ശ്രദ്ധിക്കണം. അതുപോലെ നമ്മൾ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ ഈ ദിവസങ്ങളിൽ എടുക്കാതിരിക്കാനും ശ്രദ്ധിക്കണം. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞത് മീനക്കൂറുകാരുടെയും മീന ലഗ്നക്കാരുടെയും ഫലമാണ്. അപ്പം മീനക്കൂറിലെ നക്ഷത്രക്കാർക്ക് എല്ലാവർക്കും മീനലഗ്നമായിരിക്കില്ല, ചിലർക്ക് മീനലഗ്നം വരാം. അപ്പം മീനലഗ്നം വന്നിട്ടുള്ള മീനക്കൂറുകാരുടെ ഫലമാണ് ഇവിടെ പറഞ്ഞത്. അതേസമയം മീനക്കൂറിൽപ്പെടുന്ന നക്ഷത്രക്കാർക്ക് മറ്റ് ലഗ്നരാശികൾ വരും. അപ്പം മറ്റ് ലഗ്നരാശികൾ വരുന്ന മീനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അവർ ആ ലഗ്നരാശി അറിയാമെങ്കിൽ ആ ലഗ്നരാശിയുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ഫലവും ഈ കൂറിൻ്റെ ഫലത്തോടൊപ്പം കമ്പൈൻ ചെയ്ത് കേട്ടാൽ മാത്രമേ
മെയ് മാസത്തെ ഫലത്തിൻ്റെ ഒരു കൃത്യചിത്രം കിട്ടും. കാരണം ചിലപ്പോൾ നമുക്ക് ഈ മീനക്കൂറിൻ്റെ ഫലം വെച്ച് നോക്കുമ്പോൾ ചില കാര്യങ്ങൾക്ക് ചിലപ്പോൾ ചെറിയ ദോഷങ്ങളായിരിക്കാം. പക്ഷേ മീനക്കൂറിലെ നക്ഷത്രക്കാർക്ക് നല്ല ലഗ്നരാശിയാണ് വരുന്നതെങ്കിൽ ആ ദോഷം മാറിക്കിട്ടും. അതുകൊണ്ടാണ് ഒരേ നക്ഷത്രത്തിൽപ്പെടുന്ന 10 പേരെ എടുത്താൽ തന്നെ 10 വ്യത്യസ്ത അനുഭവങ്ങളാണ് അവർക്കുണ്ടാകുന്നത്. കാരണം ലഗ്നരാശികൾ വ്യത്യാസം വരുന്നു. അപ്പം ഈ കൂറിൻ്റെ ഫലം ഒരു സ്ഥൂലമായിട്ടുള്ള ഒരു ഫലമാണെങ്കിൽ വളരെ സൂക്ഷ്മമായിട്ടുള്ളൊരു ഫലമാണ് നമുക്ക് ലഗ്നാൽ പറയാൻ കഴിയുന്നത്. മാത്രമല്ല ഈ ലഗ്നഫലത്തിന് ഈ കൂറിൻ്റെ ഫലത്തേക്കാൾ കൂടുതൽ കൃത്യതയുണ്ട് എന്നും കൂടെ മനസ്സിലാക്കുക. അതുകൊണ്ട് ലഗ്നഫലവും കൂടെ ഇതിനോടൊപ്പം കേൾക്കാൻ ശ്രമിക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം. നമസ്കാരം.